400-ലധികം ടീച്ചിങ് പ്ലേസ്മെന്റ്സ്. അതെ, 400-ലധികം ടീച്ചിങ് പ്ലേസ്മെന്റ്സ് ആണ് ഒരു വർഷം കൊണ്ട് എൻട്രി എലൈറ്റ് മോണ്ടിസോറി നേടിയെടുത്തത്. അപ്പോൾ ഇനിയൊരു ടീച്ചർ സ്വപ്നം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഉടൻ തന്നെ എൻട്രി എലൈറ്റ് മോണ്ടിസോറിയിലേക്ക് ജോയിൻ ചെയ്യുക. സോ എങ്ങനെ ഈ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ അക്യൂർ ചെയ്തു? 400 പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ എങ്ങനെ അക്യൂർ ചെയ്തു? കുറച്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് 300 പ്ലേസ്മെൻറ്റ്സ് അക്യൂർ ചെയ്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എല്ലാം പ്രസൻറ്റ് ചെയ്ത് എല്ലാ ഡേറ്റാസും നിങ്ങളുടെ ഡിസ്ക്ലോസ് ചെയ്തൊരു വീഡിയോ ചെയ്തായിരുന്നു. ഈ ഒരു വീഡിയോയിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ ഒരു 400 പ്ലേസ്മെൻറ്റ് ജേർണിയിലേക്ക് നമ്മുടെ എൻട്രി എത്തി കറക്റ്റ് രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും ഇത് സാധ്യമാണ്, നിങ്ങൾക്കും ഒരു ടീച്ചർ സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ പറ്റുന്നതാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ പ്ലേസ്മെൻറ്റ്സിലേക്ക് നമ്മൾ ഈ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു 400 പ്ലേസ്മെൻറ്റ്സ് നമ്മൾ നേടിയെടുത്തത്. സോ എങ്ങനെ നമുക്ക് അക്യൂർ ചെയ്ത് നോക്കാം. സോ അതിനുമുമ്പ് ആ ഡേറ്റാസ് കറക്റ്റ് ഒന്ന് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുകയാണ്. ജാനുവരിയിൽ 85 പ്ലേസ്മെൻറ്റ്സ് ആണ് നമ്മൾ അക്യൂർ ചെയ്തത്. ഫസ്റ്റ് മൈൽ സ്റ്റോൺ നമ്മൾ അവിടെ കവറപ്പ് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. 102 ആൾക്കാരാണ് എൻട്രിയിലൂടെ പഠിച്ച് പ്ലേസ്മെൻറ്റ് വിവിധ സ്ഥാപനങ്ങളിൽ, വിവിധ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജോയിൻ ചെയ്ത് 102 ആൾക്കാരാണ്. മാർച്ചിൽ 134 പേര് ജോയിൻ ചെയ്തു. ഏപ്രിൽ 166, മെയ്യിൽ 260, ജൂൺ മാസം എടുക്കുമ്പോഴത്തേക്ക് അനദർ മൈൽ സ്റ്റോൺ, ഒരു ബിഗസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയാം, 300 പ്ലേസ്മെൻറ്റ്സ് നമ്മൾ അക്യൂർ ചെയ്തു. ഇന്ന് ഈ ജൂലൈ മാസമാണ്, ജൂലൈ മാസം അവസാനമാകാറായി. ഇപ്പോൾ നമ്മൾ അക്യൂർ ചെയ്യുന്നത് 400+ ആണ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ വ്യക്തികൾ 400 വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നേടി എന്ന് പറയുന്നത് സത്യം പറയാൻ നമുക്ക് ഒരു ആത്മവിശ്വാസം പകരുന്നതാണ്, അതുപോലെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എങ്ങനെ ഇവർ ഈ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവരെങ്ങനെ പെട്ടെന്ന് പ്ലേസ്ഡായി പഠിച്ചു തുടങ്ങി കുറച്ച് നാൾക്കുള്ളിൽ എങ്ങനെ ഇവർക്ക് ജോലി നേടാൻ സാധിച്ചു? അതിൻ്റെ റീസൺസ് ആണ് ഞാനിവിടെ പറയുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവുന്നതാണ്. ഓക്കെ, സോ ഹൗ വി ഹാവ് അച്ചീവ്ഡ്, എങ്ങനെ ഇത് അച്ചീവ് ചെയ്തു? നിങ്ങൾ നമ്മുടെ മോണ്ടിസോറി കോഴ്സിൽ 6 മാസത്തെ മോണ്ടിസോറി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് 3 മാസത്തിന് ശേഷം ജോയിൻ ചെയ്ത് കുറച്ച് മാസത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും. ഓക്കെ, അവിടെ നമ്മുടെ ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് സെല്ല് അവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഏതൊക്കെ കാര്യത്തിൽ ഗൈഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഇപ്പോൾ സപ്പോസ് ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഒരു വേക്കൻസി കണ്ടു, നമ്മളതിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടായിരിക്കണം? ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു CV നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു റെസ്യൂമേ നമുക്കുണ്ടായിരിക്കണം. ആ ഒരു CVയിലാണ് അത്യാവശ്യം ബേസ്. നമ്മളൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് ഒരാൾ നമ്മളെ ഹയർ ചെയ്യണമെങ്കിൽ, നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനി നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ CV അടിപൊളിയായിരിക്കണം. ചുമ്മാ എന്തെങ്കിലും ഇപ്പം പല ആൾക്കാർ പണ്ടത്തെ ഒരു രീതിയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോഡേറ്റ എന്നുള്ള രീതിയിൽ ജസ്റ്റ് എഴുതി വെക്കും. എന്നിട്ട് അതിലെന്ത് ചെയ്യും? ഇതുപോലെ പേര്, അഡ്രസ്സ്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം എന്നൊക്കെ പറയും. ചുമ്മാ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2, അതുപോലെ ജസ്റ്റ് ചുമ്മാ അടിച്ചടിച്ച് വെച്ചിട്ട് ബയോഡേറ്റ എന്നുള്ള രീതിയിൽ അയച്ചു കൊടുക്കാറുണ്ട്. ഇത് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇപ്പം റിജക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെയാണ് റെസ്യൂം ബിൽഡിങ്, അല്ലെങ്കിൽ റെസ്യൂം ബിൽഡിംഗ് എന്ന് പറഞ്ഞ സ്കില്ല് നമ്മൾ അക്യൂർ ചെയ്യുന്നുണ്ട്. ഒരു റെസ്യൂമോ ഒരു കാര്യങ്ങൾ CV അയച്ച് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം അത് കാണുമ്പം ആ ഹയർ ചെയ്യുന്ന വ്യക്തിക്ക് തോന്നണം ഇതൊരു നല്ല വ്യക്തിയാണ്, നല്ലൊരു CV ആണ്, ഇതൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്കില്ലുകളുണ്ട്, നല്ല ക്വാളിഫൈഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ പോർട്രേ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മുടെ ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് സെല്ല് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളോട് CV ക്രിയേറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഒരു റെസ്യൂമേക്ക് നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്യും? അയച്ചു തരാൻ പറയും. കറക്റ്റായിട്ട് അതിലെ എറേഴ്സ് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചയച്ച് പക്കയായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് തിരിച്ച് അയച്ചു തരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. റെസ്യൂം ക്രിയേഷൻ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഏതൊരു ജോലിക്കും അപ്ലൈ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് റെസ്യൂം ക്രിയേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, ഇൻ്റർവ്യൂ സ്കിൽസ്. സോ ആഫ്റ്റർ നമ്മൾ ആ ഒരു റെസ്യൂം അയച്ചു കൊടുത്തു, അവർ ഇംപ്രസ്ഡായി, ഹയർ ചെയ്യുന്ന വ്യക്തി ഇംപ്രസ്ഡായി, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഇൻ്റർവ്യൂ ആയിരിക്കും. നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യും. അവിടെ നമ്മുടെ ഫേസ് ടു ഫേസ്, ചിലപ്പം ഓൺലൈൻ ആയിരിക്കും, ചിലപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കും. അത് സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് കൊറോണ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഓൺലൈൻ ആയിരിക്കും, ഓഫ്ലൈൻ ആയിരിക്കും. എന്തായാലും അവിടെ നമ്മുടെ വിഷ്വൽ പ്രസൻസ് നമ്മളെ അവർ ജസ്റ്റ് കാണുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പങ്കെടുക്കണം, അതെല്ലാം ഞങ്ങൾ പഠിപ്പിക്കും.
എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ക്രാക്ക് ചെയ്യണം, ആ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കണം, ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ എങ്ങനെ ഏതൊക്കെ രീതിയിൽ മാനേഴ്സിൽ ഇരിക്കണം, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് സെല്ല് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതെങ്ങനെ ക്രാക്ക് ചെയ്യണം. അതുമാത്രമല്ല എവിടെയൊക്കെ വേക്കൻസികളുണ്ട്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെ സ്ഥലത്ത് മോണ്ടിസോറിയുടെ വേക്കൻസികൾ വരുന്നു, ഏതൊക്കെ സ്ഥലങ്ങൾ, ഇപ്പം കേരളത്തിലാണെങ്കിൽ പല ഡിസ്ട്രിക്ട് ബേസിൽ എത്ര വേക്കൻസികളുണ്ട്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വേക്കൻസികളുണ്ട്, ഔട്ട് ഓഫ് കേരള വേക്കൻസികൾ, എല്ലാ കാര്യങ്ങളും ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. ഔട്ട്സൈഡേഴ്സിന് ഒന്നും ഇതിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. നമ്മുടെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രം എക്സ്ക്ലൂസീവ്ലി കൊടുക്കുന്ന, നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ബോണസ് പോലെയാണ് ഈ ഒരു പ്ലേസ്മെൻറ്റ് സെൽസിൻ്റെ ഈ ഒരു ഗൈഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കണ്ടിന്യൂസ് ഫോളോ അപ്പ്. അതായത് നിങ്ങൾക്കൊരു കാര്യങ്ങൾ ഇതെല്ലാം ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ പേഴ്സണലി നിങ്ങളോട് മെസ്സേജ് ചോദിക്കും, നിങ്ങൾക്ക് അത് കിട്ടിയോ, ഒരു ഇൻ്റർവ്യൂ കിട്ടിയോ, എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് റെസ്യൂമിൻ്റെ കാര്യങ്ങളായാലും ഇൻ്റർവ്യൂ സ്കില്ലിൻ്റെ കാര്യങ്ങളായാലും എല്ലാം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത്. ഇനി അവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നമ്മൾ ജോയിൻ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും സ്കില്ലുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ കറക്റ്റായിട്ട് പെർഫോം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, എങ്ങനെ നിങ്ങൾ പെർഫോം ഇപ്പോൾ ഞങ്ങൾ പെർഫോം ചെയ്യാനുള്ള സ്കില്ല് നിങ്ങളെ പഠിപ്പിക്കും, റെസ്യൂം ചെയ്യാനുള്ള സ്കില്ല് നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ കറക്റ്റായിട്ട് പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ്. അങ്ങനെ പെർഫോം ചെയ്യുന്നവരാണ് ഈ ഒരു കൗണ്ടിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അല്ലാതെ ഇത് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ സ്കില്ല് നമ്മൾ ബിൽഡ് ചെയ്യണം, നമുക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം, നമുക്കത് നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മളത് അതിനനുസരിച്ച് പെർഫോം ചെയ്യണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും, മെൻറ്റർഷിപ്പ് സപ്പോർട്ടാവട്ടെ, ഗൈഡൻസ് സപ്പോർട്ടാവട്ടെ, എല്ലാം നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളാണ് ഫൈനലായിട്ട് അത് പെർഫോം ചെയ്ത് കാണിക്കേണ്ടത്. സോ അങ്ങനെ പെർഫോം ചെയ്ത് കാണിക്കുന്നവർക്ക് എന്താണ് ഈ ഒരു കൗണ്ടിലേക്ക് കയറാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട് എൻട്രിയുടെ എലവേറ്റ് മോണ്ടിസോറി കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം? അതിനുള്ള റീസൺസ് ആണ് എൻ്റെ പിന്നിൽ കാണുന്ന ഇത്രയും പോയിന്റുകൾ എന്ന് പറയുന്നത്. സോ ഇതൊരു 6 months കോഴ്സാണ്. 6 മാസം കൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എൻട്രി മോണ്ടിസോറി എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ടോ, ലാപ്ടോപ്പ് ഉണ്ടോ, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു ഓഫ്ലൈനാണ് നിങ്ങൾക്ക് തോന്നിക്കത്തേയില്ല. അതിനുള്ള തെളിവുകൾ ഞാനല്ല നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ സ്റ്റുഡൻസ് തന്നെ നിങ്ങളോട് വന്ന് പറഞ്ഞ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കംപ്ലീറ്റ്ലി കിടപ്പുണ്ട്. അവരെല്ലാം പലപ്പോഴായിട്ട് പല വീഡിയോസിൽ പല സ്റ്റുഡൻസാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് ഞങ്ങൾക്കൊരു ഓൺലൈൻ സെൻറ്ററാണെന്ന് തോന്നിയിട്ടില്ല. ഓഫ്ലൈൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. സോ ഇതൊരു ഓഫ്ലൈൻ രീതി തന്നെയാണെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചോളൂ. അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ഇതിൻ്റെ സർട്ടിഫിക്കേഷനാണ്. UK US സർട്ടിഫിക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഔട്ട് ഓഫ് കൺട്രി പോയി കഴിഞ്ഞാലും ഇൻസൈഡ് നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഇച്ചിരി ഹയസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. കാരണം അവിടെ കറക്റ്റായിട്ട് ഇത് UK US സർട്ടിഫിക്കേഷനുള്ള കോഴ്സാണ്. അടുത്തതായിട്ട് 400+ പ്ലേസ്മെൻറ്റ്സ് ആണ്. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമുള്ള കാര്യങ്ങളല്ല നമ്മൾ ഈ ഒരു കൗണ്ടിൽ പറയുന്നത്. 400 എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനകത്തുണ്ട്, കേരളത്തിന് വെളിയിലുണ്ട്, ഇന്ത്യക്ക് വെളിയിലുണ്ട്. അങ്ങനെ 400+ ടീച്ചിങ് പ്ലേസ്മെൻറ്റ്സ് വിവിധ സ്ഥാപനങ്ങളിൽ, ഇൻ്റർനാഷണൽ ആവട്ടെ, നാഷണൽ ആവട്ടെ, റീജിയണൽ ആവട്ടെ, എല്ലാ സ്ഥാപനങ്ങളിലും ജോലി കിട്ടിയവരാണ്. അത് തന്നെ ഞങ്ങൾക്ക് ഒരു തെളിവായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, അതിൽ തന്നെ ഏകദേശം 250-ൽ പരം വീട്ടമ്മമാരാണ് ജോലി നേടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം അല്ലെങ്കിൽ വീടിനുള്ളിൽ മാത്രം കഴിയുന്ന ആ വ്യക്തികൾ ഇപ്പോൾ എന്താണ് ടീച്ചർമാരായിട്ട് സ്ഥാപനങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ 250-ൽ പരം വീട്ടമ്മമാർ നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിൽ പല ആൾക്കാരും, ചില ആൾക്കാർക്ക് ബിസിനസ് മൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥാപനം എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ട്യൂഷൻ ടീച്ചറിൽ നിന്ന് അതുപോലെ മോണ്ടിസോറി ടീച്ചറിലേക്ക് ആയ വ്യക്തികൾ, സ്വന്തമായിട്ട് ഒരു മോണ്ടിസോറി സ്ഥാപനം പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ, അങ്ങനെ ഒരുപാട് വാലിഡ് പ്രൂഫുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കാട്ടിത്തരാൻ സാധിക്കുന്നുണ്ട്. സോ അത് തന്നെ ഒരു തെളിവാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ തെളിവുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇനിയും ഒരു ടീച്ചർ സ്വപ്നം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും എൻട്രി എലവേറ്റ് മോണ്ടിസോറി കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അക്കാഡമിക് അഡ്വൈസർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.